വെൽക്കം ബാക്ക് ടു സൈലം ലേഡി. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്, ഒരു കുഞ്ഞു വീഡിയോ ആണ്. ഈ ഒരു വീഡിയോയിൽ നിങ്ങളെ പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത്, പകരം ഞാൻ ഈ പറയുന്ന ടോപ്പിക്കുകളൊക്കെ നിങ്ങൾ അത്യാവശ്യം പഠിച്ചിട്ടുണ്ടോ, വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പഠിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സോ വീഡിയോ മുഴുവനും കാണുക. കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി നിങ്ങൾ പഠിക്കാത്ത കുട്ടികളാണ്, ഇതൊക്കെ കാണുമ്പോൾ പല ആളുകൾക്കും തല കറങ്ങുന്നുണ്ട്, സാർ ഇതൊക്കെ എന്ത് ചോദ്യമാണെന്ന് തോന്നുന്ന ആളുകളുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം ഞാൻ ഈ വീഡിയോക്കിടയിൽ പറയുന്നുണ്ട്. സോ ഒരു കാരണവശാലും നിങ്ങൾ അത് മിസ്സാക്കരുത്. വീഡിയോയിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കൂടെ ഓണം എക്സാമിന് ഫുൾ മാർക്ക് നേടാൻ, പ്രത്യേകിച്ച് മാത്തമാറ്റിക്സിൽ A+ ഞങ്ങൾ ഉണ്ടാകും, അതിൽ യാതൊരു സംശയവും വേണ്ട. ഇന്ന് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്, നമുക്കറിയാം 4 ചാപ്റ്റേഴ്സ് ആണ് പൊതുവെ നിങ്ങൾക്ക് ഈ മാത്തമാറ്റിക്സിന്റെ എക്സാമിന് ഉണ്ടാവാറുള്ളത്. 2023 അതായത് 2024 കഴിഞ്ഞ വർഷത്തിന്റെ തൊട്ട് മുമ്പ് വരെ, അതായത് 2023 വരെ നിങ്ങൾക്ക് 3.5 ചാപ്റ്റേഴ്സ് ആയിരുന്നു പരീക്ഷയ്ക്ക് ഉണ്ടാവാറുള്ളത്. അത്രയും കാലം അങ്ങനെയാണ് ചോദിച്ചത്, അതായത് സ്ക്വയർ കംപ്ലീഷൻ വരെ, വർഗ്ഗത്തിക വരെ. അങ്ങനെ എന്താ സംഭവം എന്ന് വെച്ചാൽ 2024 ആയ സമയത്തും നമ്മളെല്ലാവരും വിചാരിക്കുക ഇത്ര 3.5 ചാപ്റ്റേഴ്സ് തന്നെ ഉള്ളൂ. ഇവിടെ വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഗവൺമെന്റ് പ്രത്യേകമായിട്ട് സർക്കുലർ ഒന്നും തരൂല. അതായത് ഇത്ര ചാപ്റ്റേഴ്സ് വരെയാണ് പഠിക്കേണ്ടത്, ഇത്ര ചാപ്റ്റേഴ്സിന്റെ ചോദ്യം ഉണ്ടോ എന്നൊന്നും പറയില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അങ്ങനെ അത് ഈ വർഷം ഇല്ല കേട്ടോ. ഈ വർഷം ഗവൺമെന്റ് ഔദ്യോഗികമായിട്ടൊന്നും തന്നിട്ടൊന്നുമില്ല. പല സ്കൂളിലും പല ടീച്ചേഴ്സും ഇങ്ങനെ പറയുന്ന ഒരു ഓർമ്മയാണ് കുട്ടികൾക്കുള്ളത്. അങ്ങനെ കഴിഞ്ഞ വർഷം നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ 3.5 ചാപ്റ്റേഴ്സ് ചോദിക്കാറുള്ളത്, അതുകൊണ്ട് 3.5 ചാപ്റ്റേഴ്സ് ലൈവിൽ പഠിപ്പിച്ചിട്ടുള്ളൂ. പക്ഷെ നിർഭാഗ്യവശാൽ ആ ചാപ്റ്ററിന് മുഴുവനും ചോദ്യം വന്നു, 4ാമത്തെ ചാപ്റ്ററിനും ചോദ്യം വന്നു. പക്ഷെ പല കുട്ടികളും എഴുതിയിട്ടുണ്ട്, ആപ്പുകളിലൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടാവും. പക്ഷെ എങ്കിലും നമ്മൾ യൂട്യൂബിലേക്ക് എത്തുന്ന സമയത്ത് 3.5 ചാപ്റ്റർ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കുറച്ച് ആൾക്കാർക്ക് ബുദ്ധിമുട്ടായി. അങ്ങനെ ഈ വർഷത്തിലേക്ക് എത്തുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാകുന്നത്, കഴിഞ്ഞ വർഷം വരെ ഏകദേശം ഈ സമയമാകുമ്പോഴത്തേനും ഓണം എക്സാം ഒക്കെ വന്നു, ക്ലാസ് ഒക്കെ പൂട്ടി എല്ലാവരും വീട്ടിലെത്തിയിട്ടുണ്ടാവും. ഈ വർഷം ഓണം എക്സാം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഓണം എന്ന് പറഞ്ഞാൽ തന്നെ സെപ്റ്റംബറിലേക്കാണ് വരുന്നത്. അപ്പോൾ ഒരുപാട് ദിവസം കുറച്ച് മുന്നോട്ട് പോയി. അപ്പോൾ നമ്മുടെ കലണ്ടർ പ്രകാരം, അക്കാഡമിക് കലണ്ടർ പ്രകാരം നിങ്ങൾക്ക് ട്രിഗണോമെട്രി അഥവാ ത്രികോണമിതി എന്ന് പറഞ്ഞ ചാപ്റ്റർ കൂടി സ്കൂളിൽ എടുക്കേണ്ട ഒരു കലണ്ടർ ആ ലെവലിലേക്ക് വന്നു. അതുകൊണ്ട് ആ എക്സാം ട്രിഗണോമെട്രി വരെ ഉണ്ടാകും, ട്രിഗണോമെട്രി ആദ്യത്തെ ഭാഗങ്ങൾ വരെ ഉണ്ടാകും എന്നൊരു കാര്യം പല സ്കൂളുകളിലും പല ടീച്ചേഴ്സും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടെ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുക. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിപ്പിക്കാത്ത വലിയ ഒരുപാട് ഖേദം വന്നിട്ടുണ്ടായിരുന്നു. അതായത് കുട്ടികൾ കുറച്ചുകൂടി പഠിപ്പിക്കാൻ പറ്റുന്ന എന്ന് തോന്നൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ ഒരു സംഭവം വരാൻ പാടില്ല. അതുകൊണ്ട് അതും കൂടി ഞങ്ങൾ നിങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് രാത്രി നമ്മൾ ട്രിഗണോമെട്രിയുടെ നിങ്ങളുടെ പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു സെഷൻ നിങ്ങൾക്ക് ലൈവായിട്ട് തരികയാണ്. അതുകൊണ്ട് അത് മിസ്സാക്കരുത്, അത് നിർബന്ധമായിട്ടും കാണുക. ഇന്ന് രാത്രിയാണ് നിങ്ങൾ പോയാൽ കാണാൻ ട്രിഗണോമെട്രി ആൻഡ് ഇംഗ്ലീഷ് സ്പെഷ്യൽ സ്റ്റഡി പ്ലാൻ ആണ്, എല്ലാവരും ഉണ്ടാവണം. രണ്ടാമത്തെ കാര്യം, നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ കാണിച്ചു തരാം. ഇതിൽ A+ അല്ലെ ഫുൾ മാർക്ക് തീരുമാനിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. ഓക്കെ, മെയിനായിട്ട് കുറച്ച് ഹാർഡ് ലെവൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഏത് ടോപ്പിക്കിൽ നിന്നാണ് വരിക എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. സോ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് ഉള്ള ഒരു, പല ആളുകൾക്കും ബുദ്ധിമുട്ടായിട്ട് പറയപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് 3 അക്ക സംഖ്യകളെ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. 3 അക്ക സംഖ്യകളുടെ ആദ്യ പദം എന്ത്, അവസാന പദം എന്ത്? അപ്പൊ നിങ്ങൾക്ക് അറിയുന്നുണ്ടോ നോക്കാം. ഇനി അറിയുന്നില്ലെങ്കിൽ ഇതിന്റെ പരിഹാരം ഉണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ കുറച്ച് ചോദ്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്, എന്നിട്ട് അതിന്റെ പരിഹാരം കാണിച്ചു തരാം. ഇത് ശരിക്ക് നമ്മൾ പദമാണോ അല്ലയോ എന്ന് പറയുന്ന ഒന്നാമത്തെ ചാപ്റ്റർ ടോപ്പിക് എന്നാണ് ഈ ചോദ്യം വന്നത്. ടേം ഓർ നോട്ട് എന്ന് പറയുന്നത്, എങ്ങനെയാണ് പദമാണോ അല്ലയോ എന്നൊക്കെ ചെക്ക് ചെയ്യാന്നൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ ടോപ്പിക്കിൽ നിന്ന് ഈ രീതിയിലുള്ള ഒരു A+ ലെവൽ ചോദ്യം വന്നേക്കാം. അതേ രീതിയിലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത്. സെയിം രീതിയിൽ അതേ ടോപ്പിക്കിൽ തന്നെ വന്ന ഒരു A+ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ പല ആളുകൾക്കും ഒരു സംശയം ഉണ്ടാവും, സാർ ഒന്നാമത്തെ ചാപ്റ്ററിന് പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ടോ എന്നുള്ള ഒരു സംശയം പല ആളുകൾക്കും ഉണ്ടാവും. ആ പ്രൂവ് ചെയ്യാനുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുമോ എന്നതിനുള്ള ഒരു ഉത്തരമാണ്, പ്രൂവ് ചെയ്യാനുള്ള ചോദ്യം നിങ്ങളുടെ പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഒരുപാടൊന്നും ചോദിക്കൂല, ഒറ്റ ക്വസ്റ്റ്യൻ നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, ഒറ്റ ക്വസ്റ്റ്യനെ ചോദിക്കുള്ളൂ. യെസ്, ആ ക്വസ്റ്റ്യൻ ഏകദേശം ഈ രീതിയിലൊക്കെ ആയിരിക്കും. ആ 3ാമത്തെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 4ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഈ ടോപ്പിക്കിൽ നിന്ന് ചോദ്യം വരിക. അപ്പോൾ ഈ രീതിയിലൊക്കെ വന്നാൽ എങ്ങനെയാണ് ചെയ്യുക, ഇതുപോലത്തെ ചോദ്യങ്ങൾ വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഒരു വീഡിയോ തരാമോ സാർ എന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ട് എങ്കിൽ അതും നിങ്ങൾക്ക് എന്താക്കാം, സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. നിങ്ങൾ എങ്ങനെ സഹായിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഇനി നിങ്ങൾക്ക് വേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് എന്താക്കാം, കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പം ഈ പ്രൂവ് ചെയ്യാനുള്ള, ശരിക്കും നിങ്ങളുടെ ഒന്നാമത്തെ ചാപ്റ്ററിൽ തന്നെ പ്രൂവ് ചെയ്യാൻ വലിയൊരു സെഷൻ ഉണ്ട്. അപ്പൊ അതിലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമെന്ന് ചോദിച്ചാൽ അതിലത്തെ ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യന്റെ ഒരു ഭാഗം 1 മാർക്കിനോ അല്ലെങ്കിൽ 2 മാർക്കിനോ മാക്സിമം വരുള്ളൂ. അല്ലാതെ പ്രൂവ് ചെയ്യാനായിട്ട് മാത്രം ഉള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. പക്ഷെ അതും എപ്പോഴും വരാറില്ല, ചിലപ്പോഴൊക്കെ വരാറുള്ളൂ കേട്ടോ. സോ അടുത്തൊരു വെറൈറ്റി അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് എന്ന് ഞാൻ പറയുന്നില്ല, എന്തായാലും നമ്മുടെ പരീക്ഷ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഇത് A+ ലെവൽ അല്ല, ഇത് ഏകദേശം എല്ലാ ബേസിക് ആയിട്ടുള്ള എല്ലാവർക്കും, അത്യാവശ്യം പഠിക്കുന്ന എല്ലാവർക്കും ഈ കാണുന്ന ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റണം. ഓക്കെ, ഇത് നിർബന്ധമായും നിങ്ങൾ പഠിക്കണം, കാരണം ഇത് എന്തായാലും ചോദ്യം ഉണ്ടാവും ഈ ടോപ്പിക്കിൽ നിന്ന്.
അപ്പോൾ ഞാൻ പറഞ്ഞ മറ്റൊരു ക്വസ്റ്റ്യൻ ഇതാണ്. ഇതൊരു A+ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഈ കാണുന്ന ക്വസ്റ്റ്യനും ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഓക്കെ, സം അഥവാ തുകയിൽ നിന്നാണ് എപ്പോഴും നിങ്ങൾ A+ ലെവൽ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കേണ്ടത്. ഇതും അതേ ടോപ്പിക്കിൽ നിന്നാണ്. മിഡിൽ ടേമിന്റെ തുക, സമ്മ്, അതിൽ തന്നെ മിഡിൽ ടേം, അങ്ങനെ 2-3-4 ക്വസ്റ്റ്യൻസ് ഒരുപാട് തവണകളായിട്ട് നിങ്ങളുടെ പരീക്ഷയ്ക്ക് എന്തായിട്ടുണ്ട്, വന്നിട്ടുണ്ട്. മിഡിൽ ടേം, സമ്മ്, പെയറിൽ തന്നെ മിഡിൽ ടേം, അങ്ങനത്തെ ഒരു 4 ടോപ്പിക് ഉണ്ട്. അത് ഈ കാണുന്ന 4 ചോദ്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഇതൊരു കൈൻഡ് ഓഫ് A+ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ നിങ്ങൾക്ക് ആ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. അത് ഇതാണ്, പാറ്റേൺ ക്വസ്റ്റ്യൻസ്. പല ആളുകൾക്കും അറിയാത്തൊരു കാര്യമാണ് പാറ്റേൺ ക്വസ്റ്റ്യൻസിന്റെ A+ന്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ടോപ്പിക് ഞാനിപ്പം ഇത്രയും പറഞ്ഞ ടോപ്പിക്കുകളിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് A+ ലെവലുള്ള ചോദ്യങ്ങൾ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എന്നാൽ കുറച്ചുകൂടി നിങ്ങൾ അധികം ശ്രദ്ധിക്കേണ്ട ടോപ്പിക് എന്ന് പറഞ്ഞത് ടേം ആണോ അല്ലയോ എന്ന് പറയുന്ന ഒരു ടോപ്പിക്. പിന്നെ സം, തുകയിൽ തന്നെ പല തരത്തിലുള്ള തുകകൾ, അതാണ് നിങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത്. ഫോക്കസ് ചെയ്യേണ്ടത് സം അഥവാ തുകയാണ്. ഓക്കെ, സോ ഞാൻ എന്താക്കാൻ പോവാണ്, നേരെ അടുത്തൊരു ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾക്ക് പരീക്ഷ ചോദിക്കാൻ ചാൻസ് ഉള്ള, പ്രൂവ് ചെയ്യാൻ സാധ്യത ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. കാണുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളായി തോന്നുമെങ്കിലും സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പല ആൾക്കാരും ഉത്തരം തെറ്റിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള ടോപ്പിക്കാണ് ഈ കാണുന്ന ചിത്രവും ഈ കാണുന്ന ചോദ്യവും. ഓക്കെ, ശരിക്കും ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്രൂവ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. PA × PB = PC × PD ആണ് എന്നുള്ളത്. ആ സെയിം ടോപ്പിക് വെച്ചിട്ടാണ് നിങ്ങൾ ഇത് പ്രൂവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. രണ്ടാമതൊരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ഈ ടോപ്പിക്കാണ്. ഈ ടോപ്പിക്ക് അതേപോലെ തന്നെ ഈ ഒരു ടോപ്പിക് ഇത് ഒരുപാട് തവണ ഒന്നും വന്നിട്ടില്ല കേട്ടോ. പക്ഷെ ഇത് സെൻട്രൽ ആംഗിളായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് വന്നൊരു ക്വസ്റ്റ്യനാണ്. ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്കറിയാം. ഇത് എത്രയാണോ അതിന്റെ പകുതി ആയിരിക്കും ഇത്. ഓക്കെ, അതേപോലെ ഈ കാണുന്ന ആംഗിൾ ഇത് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് എത്രയാണോ അതിന്റെ പകുതി ആയിരിക്കും ഇത്. ആ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. സെൻട്രൽ ആംഗിളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഒരു ലെവല് കൂടി ഒരു ക്വസ്റ്റ്യൻ, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്താക്കാം, എക്സ്പെക്ട് ചെയ്യാം. പിന്നെ PA × PB = PC², ആ ടോപ്പിക്കിൽ നിന്നും ഇതുപോലെ കാണുമ്പോൾ പേടി തോന്നുന്ന ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്താക്കാം, പ്രതീക്ഷിക്കാം. അത് അത്തരത്തിലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതും അതേ രീതിയിൽ കോൺസെപ്റ്റ് മനസ്സിലാക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഇൻസൈഡ് ദി സർക്കിൾ, ഇതൊരു ഇമ്പോർട്ടന്റ് ആട്ടോ ഈ ടോപ്പിക്. ഇൻസൈഡ് ദി സർക്കിൾ, ഔട്ട്സൈഡ് ദി സർക്കിൾ, ഓൺ ദി സർക്കിൾ. പല ആളുകൾക്കും അത് അറിയാമെന്നുള്ള ഭയങ്കരമായിട്ടുള്ള കോൺഫിഡൻസ് ഉണ്ട് എങ്കിൽ പോലും അത് 2 തരത്തിൽ ചോദിക്കാറുണ്ട് മക്കളെ. ഒന്ന് ശ്രദ്ധിക്കുക, ഡയമീറ്റർ ആണ് എങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 90 ഡിഗ്രി ആണെങ്കിൽ ഓൺ ദി സർക്കിൾ, 90നേക്കാൾ കൂടുതലാണെങ്കിൽ ഇൻസൈഡ് അല്ലെങ്കിൽ ഔട്ട്സൈഡ്. ഇതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് മാത്രമേ പല ആളുകൾക്കും അറിയുള്ളൂ. ഞാൻ ഈ പറഞ്ഞത് മാത്രം. ഇതിന്റെ കണ്ടീഷൻ എന്താ വെച്ചാൽ ഇത് നിർബന്ധമായിട്ട് ഡയമീറ്റർ ആയിരിക്കണം എന്നതാണ് ഇതിന്റെ കണ്ടീഷൻ. എന്നാൽ ഇതേ ടോപ്പിക്കിൽ തന്നെ ഇൻസൈഡ് ഔട്ട്സൈഡിലേക്ക് വരുന്ന സമയത്ത് ഈ കാണുന്ന ടോപ്പിക്കും അതിൽ തന്നെ വരുന്നതാണ്. അതായത് ഓപ്പോസിറ്റ് ആംഗിൾ തമ്മിൽ കൂട്ടുമ്പോൾ 180 ഡിഗ്രിയേക്കാൾ കൂടുതലാണ് എങ്കിൽ അത് ഇൻസൈഡ് ആണ്. 180 ഡിഗ്രി ആണ് എങ്കിൽ, അതായത് ഇങ്ങനെ ഇവിടെ ജോയിൻ ചെയ്യുന്നതാണ് എങ്കിൽ അത് ഓൺ ദി സർക്കിൾ ആണ്. 180നേക്കാൾ കുറവാണ് എങ്കിൽ, 180നേക്കാൾ കുറവാണെങ്കിൽ ഇവിടെ കേട്ടോ, മാറിപ്പോയി, ഞാൻ പറഞ്ഞ മാറിപ്പോയിട്ടുണ്ട്. 180നേക്കാൾ ഇത് രണ്ടും കൂടി കൂട്ടുന്ന സമയത്ത് ഇപ്പോൾ A കൊടുത്തു, B കൊടുത്തു, C കൊടുത്തു, D കൊടുത്തു. ഓക്കെ, ഈ രണ്ടും കൂടി കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ഇവിടെയുള്ള ആംഗിള് ഉള്ളിലേക്ക് വരുന്ന സമയത്ത് ഇതെന്താവും, കൂടും അല്ലെ. അപ്പൊ ഈ കാണുന്ന ആംഗിളും ഈ കാണുന്ന ആംഗിളും തമ്മിൽ കൂട്ടുമ്പോൾ, ആംഗിൾ സിയും ആംഗിൾ ഡിയും കൂട്ടുമ്പോൾ 180 ഡിഗ്രിയേക്കാൾ കൂടുതലാണ് എങ്കിൽ അത് എവിടെ ആയിരിക്കും, അത് അകത്തായിരിക്കും. ഇതിനുള്ളിൽ 180നേക്കാൾ കുറവാണെങ്കിലോ, ഇങ്ങനെ കൂട്ടാൻ മതി, ഇതും കൂട്ടാൻ മതി. 180 ഡിഗ്രിനേക്കാൾ കുറവാണ് എങ്കിൽ അത് പുറത്തായിരിക്കും. ആ ഒരു ടോപ്പിക് കൂടി അതിലുണ്ട് കേട്ടോ, ഇങ്ങനെ വരുന്നത്. അപ്പം അത് ജസ്റ്റ് ഒന്ന് നോക്കുക. നിങ്ങൾ അറിയാത്ത ആളുകൾ, ഞാനത് പഠിപ്പിച്ചതല്ല, അറിയാത്ത ആളുകൾ അതും നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടാവും. അതുകൂടി നിങ്ങൾ എന്താക്കുക, ഒന്ന് ഫോക്കസ് ചെയ്യുക. അങ്ങനെ ഇൻസൈഡ് ഔട്ട്സൈഡ് ഓൺ ദി സർക്കിൾ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അതാണ്. പിന്നെ നിങ്ങൾക്ക് 4ാമത്തെ ചാപ്റ്ററിലേക്ക് കിടക്കുന്ന സമയത്ത് അതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് A+ ലെവൽ ക്വസ്റ്റ്യൻ, പെരിമീറ്ററും ഏരിയയും തന്നിട്ട് നിങ്ങളുടെ സൈഡ്സ് കണ്ടുപിടിക്കാൻ ചോദിക്കും. ഇത് കമ്പാരിറ്റീവ്ലി ഒരു എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ A+ ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ ഇതേ ടോപ്പിക്കിൽ തന്നെ പെരിമീറ്ററും ഏരിയയും തന്നുകൊണ്ട് പെരിമീറ്ററും ഡയഗണലും തന്നുകൊണ്ട് നിങ്ങളോട് ഏരിയ കാണാൻ ചോദിക്കും. ഏരിയ അല്ല, സൈഡ്. ഓക്കെ, ആദ്യത്തെ പെരിമീറ്ററും എന്താ പറയാ ഏരിയയും തന്നിട്ട് എന്ത് കാണാൻ പറയും, സൈഡ്. രണ്ടാമത്തെ പെരിമീറ്ററും ഡയഗണലും തന്നിട്ട് സൈഡ്. ഈ 2 ടോപ്പിക്കാണ് ഇതിന്റെ A+ ലെവൽ ചോദ്യം എന്ന് പറയുന്നത്.
ഈ രണ്ടിലേതെങ്കിലും ഒരു ചോദ്യം എന്തായാലും നിങ്ങളുടെ പരീക്ഷയ്ക്ക് എന്താക്കാം ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് അത് മിസ്സാക്കാതെ നിങ്ങൾ എന്താക്കാം പഠിക്കുക. പിന്നെ നിങ്ങൾക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, -b+or-√b²-4ac/2a എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഈ 3 ക്വസ്റ്റ്യനിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് A+ ലെവലുള്ള ഒരു ക്വസ്റ്റ്യൻ വരിക. ഇത് തന്നെ നിങ്ങൾക്ക് എന്താക്കാം പ്രതീക്ഷിക്കട്ടെ, ഈ മോഡൽ തന്നെ. പിന്നെ നിങ്ങൾക്ക് A കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യനോ. ഇതിൽ പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ഇതുവരെ അങ്ങനെ പ്രൂവ് ചെയ്യാനുള്ള ചോദ്യങ്ങൾ വന്നിട്ടൊന്നുമില്ല, ഒരു തവണ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അത്ര എക്സ്പെക്ട് ചെയ്യണമെന്നില്ല. ഓക്കെ, പിന്നെ ഞാൻ മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോകുന്ന സമയത്ത് മൂന്നാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കേണ്ട നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത്. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇത് ശരിക്കും ഒരു പാത്രത്തിൽ നിന്ന് ഒന്നെടുക്കുന്ന കേസാണ്. ഇതുപോലെ തന്നിട്ട് നിങ്ങൾക്ക് എന്തായാലും ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. അതാണ് ഈ ചാപ്റ്റർ A+ ലെവൽ എന്ന് പറയുന്നത്. ഈ രീതിയിൽ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, 1-2 ക്വസ്റ്റ്യൻസ് അല്ല. എന്തായാലും മൂന്നാമത്തെ ചാപ്റ്ററിന് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. മൂന്നാമത്തെ ചാപ്റ്ററിന് ഈ രീതിയിലൊരു ചോദ്യം എന്തായാലും 4 മാർക്കിന് ഉണ്ടാകും. ഓക്കെ, അത് നിങ്ങൾ മിസ്സാക്കരുത്. പിന്നെ പെയർ, ജോഡി എല്ലാവർക്കും അറിയുന്ന ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ ചാപ്റ്റർ മെയിൻ ആയിട്ട് അതന്നെയാണല്ലോ വരാനുള്ളത്. പിന്നെ ഒന്നാമത്തെ ചാപ്റ്ററിൽ ഞാൻ വിട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതുപോലെ എന്താ പറയാ ഇൻഡിജേഴ്സ് എന്താ പറയാ ഫ്രാക്ഷൻസ് തന്നുകൊണ്ട്, ഭിന്നസംഖ്യകളൊക്കെ തന്നുകൊണ്ട് ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ മെയിൻ ആയിട്ട് ഇവിടെ പറയാൻ ആഗ്രഹിച്ചത്. ഈ ചോദ്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് A+ ലെവൽ അല്ലെങ്കിൽ ഒരു ഫുൾ മാർക്ക് ലെവലിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളോട് പരീക്ഷയ്ക്ക് മാത്തമാറ്റിക്സ് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഈ കാണുന്ന ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ അത് കമന്റ് ചെയ്യുക. അറിയാത്ത ആളുകളാണെങ്കിൽ അതും കമന്റ് ചെയ്യുക. എങ്ങനെയാണ് ഇത് പഠിക്കാനുള്ള പരിഹാരങ്ങൾ വേണമെന്നുള്ള ആൾക്കാർ കമന്റ് ചെയ്യുക. മക്കളെ 2 വീഡിയോസുകളായിട്ട്, അതായത് ചാപ്റ്റർ 1 and 3 ആയിട്ട് ഞാനും ഒരു വീഡിയോ പോയിട്ടുണ്ട്, ഒരു ലൈവ് പോയിട്ടുണ്ട്. ചാപ്റ്റർ 2 and 4 ആയിട്ട് 7 സാറും ഒരു ലൈവ് പോയിട്ടുണ്ട്. ഈ 2 ലൈവുകളും കാണുന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് അതുണ്ടാവും, ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ആവും. ഇനി പെർഫെക്റ്റ് ആവാത്ത കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ മാരത്തോൺ വരാൻ പോവുകയാണ്. നിങ്ങളുടെ എക്സാമിന് 4-ാം തീയതി നിങ്ങൾക്ക് എക്സാം ആണ് എങ്കിൽ, മാത്സിന്റെ എക്സാം ആണെങ്കിൽ 3-ാം തീയതി നമ്മൾ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു സെഷനും കൂടി നിങ്ങൾക്ക് തരുന്നുണ്ട്. സോ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് ഇന്നത്തെ ലൈവ് മറക്കണ്ട എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇനിയുള്ള ദിവസം ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ് എങ്കിൽ A+ ഞങ്ങൾ നേടിത്തരടാ. പിന്നെ എന്തിനാണ് പേടിക്കുന്നത്? ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. എല്ലാ ഫ്രണ്ട്സോടും വരാൻ പറയുക. നമ്മുടെ ഫ്രീ ആയിട്ടുള്ള വാട്സ്ആപ്പ് ചാനൽ 20,000 കുട്ടികൾ കഴിഞ്ഞിരിക്കുന്നു, അവരോടും വരാൻ പറയുക. സോറി, അതിൽ ജോയിൻ ചെയ്യാത്ത ആളുകൾ അവരോട് ജോയിൻ ചെയ്യാൻ പറയുക കേട്ടോ.